സ്റ്റൗ ടോപ്പ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ നമ്മുടെ വീഡിയോ ആസാമിലെ ദിബ്രുഗഡ് ജില്ലയിലുള്ള ജഗന്നാഥ് ടെമ്പിളിൽ പോയപ്പോഴുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ക്ഷേത്രത്തിന് 2 മെയിൻ ഗേറ്റുകളാണുള്ളത്. അതിലുള്ള മുന്നിലുള്ള ഗേറ്റാണ് ഈ കാണുന്നത്. പിന്നെ ഇവിടെ ചുമരിലൊക്കെ ശ്രീകൃഷ്ണ ലീലകൾ ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട്. പുരാണങ്ങളിലെയും ഒക്കെ കഥകളൊക്കെയാണ് ഇവിടെ ചിത്രീകരിച്ച് വെച്ചത്. നല്ല മനോഹരമായിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള മതിലിലും ഇങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇത് ദിബ്രുഗഡ് തിൻസുക്കിയ ബൈപ്പാസ് റോഡിനോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ പ്രധാന ഉത്സവമായിട്ട് അറിയപ്പെടുന്നത് രഥയാത്രയാണ്. പിന്നെ നമ്മൾ സൈഡിലോട്ട് നടന്നു പോകണം. അപ്പോൾ ഇങ്ങനെ സൈഡിൽ കുറേ കടകളൊക്കെ കാണാം. ഇവിടെ പൂജാ സാധനങ്ങളും മറ്റുമൊക്കെ കിട്ടും. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിച്ചിട്ട് ക്ഷേത്രത്തിൽ കൊണ്ടുപോയിട്ട് പൂജയ്ക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ഇവിടെ നമ്മുടെ ഷൂസൊക്കെ വെക്കാനുള്ള സ്ഥലമുണ്ട്. പിന്നെ ഇവിടെ നിന്ന് വെള്ളമുണ്ട്. അവിടെ നിന്ന് കാലൊക്കെ കഴുകിയിട്ട് നമുക്ക് ക്ഷേത്രത്തിലേക്ക് കടക്കാം. ഇതാണ് മെയിൻ ഗേറ്റ്. ഇതറിയപ്പെടുന്നത് സിംഹദ്വാര കവാടം എന്നാണ്, അല്ലെങ്കിൽ സിംഹ കവാടം എന്നും അറിയപ്പെടുന്നുണ്ട്. 2 സിംഹങ്ങളെ ശില്പം കാണാൻ 2 സൈഡിലായിട്ട്. നമ്മൾ നേരെ കയറി ചെല്ലുന്നത് ക്ഷേത്രത്തിന് ഉള്ളിലോട്ടാണ്. ഇതിന് അരുണസ്തംഭം എന്നാണ് ഇതിന് അറിയപ്പെടുന്ന പേര്. ഒഡീഷയിലെ പുരിയിലുള്ള ശ്രീ ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ അതേ മാതൃകയിൽ തന്നെ കലിംഗ വാസ്തുവിദ്യ ശൈലിയിൽ തന്നെയാണ് ഈ ക്ഷേത്രവും നിർമ്മിച്ചത്. ഇത് 2014 പണി പൂർത്തീകരിച്ചത്. 2012 ആരംഭിച്ച് 2014 2 വർഷം എടുത്തിട്ടാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. 85 അടി ഉയരമുണ്ട് ഈ ക്ഷേത്രത്തിന്. ഞങ്ങൾ ചെന്ന സമയത്ത് ക്ഷേത്രത്തിൻ്റെ നട തുറന്നിട്ടില്ല. കുറച്ച് നേരം ഒന്ന് അവിടെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ. ഇവിടെ മെയിനായിട്ട് 7 ക്ഷേത്രങ്ങളാണുള്ളത്. ഇവിടുത്തെ പ്രധാന ഉത്സവം രഥയാത്രയാണ്. ഈ ക്ഷേത്രം ശ്രീ ജഗന്നാഥ് കൾച്ചറൽ ട്രസ്റ്റിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. പിന്നെ ഇവിടെ പ്രധാന ദേവതകൾ ജഗന്നാഥൻ, ബലഭദ്രൻ, സുഭദ്ര, ശിവൻ, ഗണപതി, ഹനുമാൻ, ദേവി, നവഗ്രഹം എന്നിങ്ങനെ ഇവർക്ക് വേണ്ടി 7 ക്ഷേത്രങ്ങളും ഇവിടെ ഉണ്ട്. ചുവന്ന കല്ലിലും മാർബിളിലുമാണ് ക്ഷേത്രം പണിതിരിക്കുന്നത്. വളരെ മനോഹരമായ രീതിയിൽ തന്നെയാണ് ക്ഷേത്രം കാണാനൊക്കെ ഉള്ളത്. ഇവിടെ അധികം തിരക്കും ബഹളവും ഒന്നുമില്ല. ഒരു ശാന്തമായ അന്തരീക്ഷമാണ് ഞങ്ങൾ പോയ സമയത്ത്. ഇത് ആ മെയിൻ മന്ദിറിനുള്ളിലുള്ള മുകൾ ഭാഗമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് മെയിൻ മന്ദിറിനുള്ളിലുള്ളത്. ഇത് ജഗന്നാഥൻ, ബലഭദ്രൻ, സുഭദ്രയാണ്. അവിടെ തൊഴുതു കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇത് ഹനുമാന്റെ മന്ദിരമാണ്. പിന്നെ ഇവിടെ ചുമരിലും ക്ഷേത്രത്തിൻ്റെ മതിലിലൊക്കെ ഇങ്ങനെ പുരാണങ്ങളിലെ കഥകളൊക്കെ ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട്. ഇത് മെയിൻ മന്ദിറിൻ്റെ ചുമരാണ് ഈ കാണുന്നത്. ഈ മെയിൻ മന്ദിറിൻ്റെ 2 സൈഡിൽ ഇതുപോലെ സ്റ്റെപ്പ് ഉണ്ട്. അതിലേ നമുക്ക് താഴോട്ട് ഇറങ്ങി വരാൻ പറ്റുന്നതാണ്.
പുരിയിലെ ജഗന്നാഥ ക്ഷേത്രം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ ജഗന്നാഥ ക്ഷേത്രം ഇതാണ്. ഈ ഡിബ്രുഗഡിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രമാണ്. ഇതാണ് നവഗ്രഹ ടെമ്പിൾ. ഈ കാണുന്നത് ശിവക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ കൊത്തുപണികളൊക്കെ വളരെ മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇത് യജ്ഞകുണ്ടാണ്. ഇത് ശിവക്ഷേത്രം. ശിവക്ഷേത്രത്തിൽ നിന്ന് പിന്നെ നമ്മൾ നേരെ പോകുന്നത് ഗണപതിയുടെ ടെമ്പിളിലേക്കാണ്. ഈ ഗണപതി ടെമ്പിളിന് മുന്നിൽ നമുക്ക് ഗണപതിയുടെ വാഹനമായ മൂഷികനെയും കാണാൻ പറ്റും. ഇത് ടെമ്പിളിൽ അഭിമുഖമായിട്ടാണ് ഈ മൂഷികൻ ഇരിക്കുന്നത്. ഈ കണ്ടതാണ് മെയിൻ മന്ദിർ. ഇവിടെ പിന്നെ ഒരു ക്യാൻറ്റീനുണ്ട്, പിന്നെ കുടിവെള്ളമൊക്കെ കിട്ടുന്ന സ്ഥലമൊക്കെ ഉണ്ട് ഇവിടെ. ക്ഷേത്രത്തിലെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. കുറേ കടകളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ അങ്ങനെ ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെയാണ് കൂടുതലുള്ളത്. പിന്നെ ഇങ്ങനെ ചെറിയ ചെറിയ ദൈവങ്ങളെ ഫോട്ടോസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.